ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ജില്ല കോട്ടയം ജില്ലയാണ്. തീർച്ചയായിട്ടും ജോസ് കെ മാണിയുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത് 2 ദിവസം കൊണ്ട് ജോസ് കെ മാണി എന്തോ മഹാസംഭവമാണെന്നും ജോസ് കെ മാണി UDF-ലേക്ക് വന്നില്ലെങ്കിൽ UDF മൊത്തം തകരാൻ പോകുക എന്ന ഒരു വിഭാഗം ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുന്നു. ഇവിടെ മറന്നു പോകുന്നൊരു കാര്യം, പാലായെക്കുറിച്ച് നമുക്ക് പറയാം, അസംബ്ലി ഇലക്ഷൻ്റെ പറയാം. മറന്നു പോകുന്ന കാര്യം, KM മാണി ഉണ്ടായിരുന്ന കാലത്ത്, പ്രതാപവാനായിട്ടിരുന്ന കാലത്ത് ജോസ് കെ മാണി PC തോമസിനോട് തോറ്റതാണ് അവിടെ പാർലമെൻറ്റിൽ. കോട്ടയത്ത് നിന്ന് തോറ്റതാണ്. മൂവാറ്റുപുഴ പാർലമെൻറ്റിൽ PC തോമസിനോട് തോറ്റതാണ്. എന്തിന്? KM മാണിയുടെ വീടിരിക്കുന്ന സ്ഥലം, അവിടുത്തെ ബൂത്ത് പോലും, അതുപോലെ തന്നെ മരങ്ങാട്ടുപള്ളിയിലെ ബൂത്തിലും എല്ലാം മുന്നിൽ നിന്ന് PC തോമസാണ്. അത്രയ്ക്ക് മാത്രം പിന്നെ പശ്ചാത്തലം ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം 300 വോട്ടിന് CPM-കാർ സഹായിച്ചിട്ടാണ് മാണി MM ജേക്കബിനോട് ജയിച്ചത് ഒരു കാലത്ത്. അപ്പോൾ അത്തരം പശ്ചാത്തലമുള്ള ജോസ് കെ മാണിയെ വലിയ ശക്തനായിട്ട് അവരോധിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയ്ക്കാണ് നമ്മൾ കോട്ടയത്തെ നിയോജകമണ്ഡലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്ന് വന്ന അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം, അദ്ദേഹം എന്തോ വിജയിച്ചിരിക്കുന്നു, എന്തോ നേടിയിരിക്കുന്നു എന്നൊക്കെയുള്ള, അദ്ദേഹം എന്തൊക്കെയോ ആണ് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് എന്തോ UDF-ലേക്ക് അദ്ദേഹം ചേക്കേറാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടിയുടെ കാല് പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കയറിക്കൂടണം, ഇവിടെ ആകെ തകർന്നിരിക്കുകയാണ്. ഇതിലുള്ള ഈ പറയുന്ന കേരള കോൺഗ്രസിൽ 5 MLA-മാർ കോൺഗ്രസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്ന ഉടൻ തന്നെ 3 ജില്ലകളിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ തകർന്നടിച്ചു. 5 MLA-മാർ 4 പേരും തോൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇനി ഈ 5 MLA-മാർ മറ്റേ ഇതിലേക്ക് UDF-ലേക്ക് പോകണു എന്നുള്ള സമയത്ത് താൻ ഒറ്റപ്പെട്ടു പോകും, എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാലിക്കുട്ടിയെ കാല് പിടിച്ചിട്ടാണ് ഈ പരിപാടിക്ക് പോയത്. കുഞ്ഞാലിക്കുട്ടി ആണെങ്കിൽ വേറൊരു തന്ത്രമാണ് ചെയ്തത്. അതായത് കുഞ്ഞാലിക്കുട്ടീൻ്റെ തന്ത്രം എന്താ വെച്ചാൽ, കോൺഗ്രസിനെ ഒതുക്കണമെങ്കിൽ കോൺഗ്രസിന് വലിയ ഒറ്റയും ഭൂരിപക്ഷം കിട്ടിയാൽ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് അതിനുശേഷം വന്നിട്ടുണ്ട്. ആ ഇന്റലിജൻസ് റിപ്പോർട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൽ കോട്ടയത്തെ റിപ്പോർട്ട് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്താ പറയുന്നത് വെച്ചാൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൻ്റെ 15% UDF-ലേക്ക് പോകും, ആരുടെ LDF-ൽ നിന്ന്. ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ, ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ജോസ് കെ മാണിയുടെ ചൂടുമാറ്റത്തെക്കുറിച്ചുള്ള ആടിക്കളിക്കുള്ള വാർത്ത വരുന്നതിന് മുമ്പൂടെ അല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, അതായത് ജോസ് കെ മാണിക്കെതിരെ അവിടെയുള്ള കേരള കോൺഗ്രസ് അണികൾ പോലും, CPM-ന്റെ അണികൾ പോലും എതിർപ്പാണ്. അതുകൂടി ഒരു ഘടകമാണ്. അവിടെ 4 ഘടകങ്ങളുണ്ട്. 4 ഘടകം എന്താ പറയുന്നത് കോട്ടയത്ത്? ഒന്ന്, ഏറ്റവും ആദ്യം ഭരണവിരുദ്ധ വികാരം. രണ്ടാമത്തത് ശബരിമല ഇഷ്യൂ, അതിൽ ഭയങ്കരമായ. മൂന്നാമത് ന്യൂനപക്ഷ ഏകീകരണം, വെള്ളാപ്പള്ളിയുടെ പ്രസ്ഥാനീകരണം, ക്രിസ്ത്യൻ വോട്ടും മുസ്ലിം വോട്ടും ഒരേപോലെ UDF-ലേക്ക് പോവുകയാണ്. നാലാമത്തെ അവിടെ എന്താ അറിയോ? ഈ ജോസ് കെ മാണിക്കെതിരെ ആളുകൾ കംപ്ലീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലടക്കം CPM-ലടക്കം ആളുകൾ എതിരാണ് എന്നുള്ളതാണ്. ആ വോട്ടും കൂടിയാണ് ആർക്ക് UDF-ന് കിട്ടിയത്. അപ്പം ജോസ് കെ മാണി അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ വോട്ട് നേരെ CPM-ലേക്ക് തിരിച്ചു പോകും. കഴിഞ്ഞ തവണ കാപ്പൻ 15,378 വോട്ടിനാണ് ജയിച്ചത്. അപ്പൊ ഇന്ന് അദ്ദേഹം കോഴിക്കോട് പോയി, മലപ്പുറത്ത് പോയിട്ട് അദ്ദേഹം കൃത്യമായി പറഞ്ഞു, പാല വിട്ടെടുത്തുള്ള പരിപാടിയില്ല, പോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം വേണ്ടെന്ന്. അല്ല, അതിന് തൊടുപുഴ കൊടുക്കണം, പിന്നെ തിരുവമ്പാടി കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. എനിക്ക് തോന്നുന്നില്ല അത് എവിടെ എത്തുന്നുള്ളത്. ഓക്കെ, ഇതിനകത്ത് കഴിഞ്ഞ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 53,308 വോട്ടാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? LDF-ന് കിട്ടിയിരിക്കുന്നത്. 54,831 വോട്ട് UDF-ന് കിട്ടിയിട്ടുണ്ട്. അതായത് 1,523 വോട്ട് UDF-ന് ലീഡാണ്. അതായത് സ്വാഭാവിക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ കേരള കോൺഗ്രസ് മാണി തൂത്തുവാരിക്കൊണ്ടാണ് പാല. എന്തിനൊരു കുടുംബം തോപ്പിച്ചില്ലേ മുനിസിപ്പാലിറ്റി? ചേട്ടനും അനിയനും മകളും കൂടെ ചേർന്ന് തോപ്പിച്ചില്ലേ? ഭയങ്കര അടിയാണ്. അവരാണോ മാണിയാണോ വലിയ? ഒന്നുമില്ലാതെ CPM-ന്റെ ആൾക്കാരുന്ന അവര് ഇയാളായിട്ടുള്ള ഫൈറ്റിലാണ് ഇതായത്. അത് CPM-കാരുടെ വികാരമാണ് പുളിക്കക്കണ്ടോ. അതിന്റെ കോട്ടയത്തിന്റെ കോട്ടയത്തെ CPM-കാർ എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി കുഞ്ഞുമാണിയോട് ഭയങ്കര എതിർപ്പാണ്. അദ്ദേഹത്തെ കൂട്ടി വേണ്ട എന്നാണ് പറയുക. അതിന്റെ തെളിവാണ് പുളിക്കക്കണ്ടോ. പക്ഷെ അതിൽ വാസവൻ താല്പര്യമുണ്ട്, മാണി വരണം. അല്ല, അവിടെ എങ്ങനെയെങ്കിലും CPM തകർന്ന് തരിപ്പണേക്കണം, എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ. കാരണം ഏറ്റുമാനൂരൊക്കെ തകർന്ന് കിടക്കുകയാണ്. ഇപ്പൊ 53,308 വോട്ടിൽ 54,831 വോട്ടാണ് UDF-ന് കിട്ടിയത്. അതിൽ 53,308 വോട്ടാണ് LDF-ന് കിട്ടിയിരിക്കുന്നത്.
അതിൻ്റെ അത് 15% കയറി കഴിഞ്ഞ് 7500 വോട്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇവരെ വോട്ട് 61,000 ആവും. ഇവരെ വോട്ടോ 46,000 കുറയും. അതായത് 16,000 വോട്ടിൻ്റെ വ്യത്യാസം അവിടെ തന്നെ വന്നു. BJPക്ക് 20,123 വോട്ടാകുമ്പോൾ 2,000 വോട്ട് അവരെ വോട്ട് അങ്ങോട്ട് മറിയുന്ന. ഈ BJP വോട്ട് മറിയുന്നതിൻ്റെ രഹസ്യം എന്താ വെച്ചാൽ ഭരണം ആർക്കാ കിട്ടുന്നത്, അവിടെ ഈ ഭരണം മാറുമെന്ന് BJP അണികളും ആഗ്രഹിക്കുന്നു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ അവർ 10% വോട്ട് അങ്ങോട്ട് മറിയെന്ന് പറയുമ്പം 63,000 വോട്ടായി മാറുമ്പം ഏകദേശം 10,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ ഉണ്ട്. അല്ലാതെ ഇങ്ങനെ അല്ലാതെ തന്നെ 15,000 വോട്ട് അവിടെ പിടിച്ച് ഭൂരിപക്ഷമുള്ള ഒരാളാണ് ആര്, നമ്മുടെ മാണി സി കാപ്പൻ അല്ല 16,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇതിനകത്ത് കാണുന്നത്. തദ്ദേശ അല്ല ഇതിന്റെ ഈ പറയുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വരാൻ വോട്ട് ഷിഫ്റ്റ് വന്നാൽ പാർലമെന്റ് ഇലക്ഷനിൽ പോലെ ഭൂരിപക്ഷം കിട്ടി. അതെ, ഇപ്പം ഈ ഷിഫ്റ്റ് വന്നാൽ ഇവിടെ 16,000 വോട്ടിന്റെ ഭൂരിപക്ഷം ആർക്ക് കിട്ടും? UDFന് കിട്ടുമെന്നാണ് ഈ കണക്കുകളാവുന്നത്. ഇനി അടുത്തത് മോൻസ് ജോസഫ് കടുത്തുരുത്തി. എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 59,000 അവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 54,916 വോട്ടാണ് UDFന് കിട്ടിയത്. 51,811 വോട്ടാണ് LDFന് കിട്ടിയത്. 18,205 വോട്ടേ BJPക്കുള്ളൂ. ഇതുള്ള ഷിഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് 7,500 വോട്ട് ഇവിടെ നിന്ന് മാറും. LDF നിന്ന് മാറിക്കഴിഞ്ഞാൽ അവർക്ക് 43,000 വോട്ടായിട്ട് കുറയും. ഇവർക്കാണെങ്കിൽ 54,000 55,000 തന്നെ 55,000 ഇട്ടെന്ന് പറഞ്ഞാൽ 63,000 വോട്ടും പിന്നെ 2,000 വോട്ട് BJPന് കിട്ടുകയാണ്. 65,000 വോട്ട്. കടുത്തിരുത്തിൽ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അടുത്ത നാളിൽ CPM-ന് കാലു മാറിയ റെജി ലൂക്കോസിൻ്റെ നാടാണത്. റെജി ലൂക്കോസ് ക്നാനായ സമുദായത്തിൽപ്പെട്ടതാണ്. ക്നാനായ സമുദായത്തിൻ്റെ വോട്ടിലൊരു 70-80% കാലാകാലങ്ങളായിട്ട് കേരള കോൺഗ്രസിന് മാത്രം കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ്, മാണിക്ക് മാത്രം കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. റെജി ലൂക്കോസ് മാറുകയും CPM അതിൻ്റെ ഒരു 10,000 വോട്ടും കൂടി പറഞ്ഞാലേ എക്സ്ട്രാ മാറും. മാറിക്കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിൽ കൊളാവും. കടുത്തുരുത്തി ഒരു 10-30,000 വോട്ടിന് UDF ജയിക്കും എന്നുള്ളതാണ്. പിന്നെ ആശ നമ്മുടെ വൈക്കത്ത് അവിടെ LDFന്റെ ഏറ്റവും രസം എന്താ അറിയോ, കഴിഞ്ഞ നിയമസഭാ വോട്ടിൽ 29,122 വോട്ടിന്റെ കിട്ടിയ സ്ഥലമാണ് ഭൂരിപക്ഷം. ഇപ്പോഴത്തെ ഷിഫ്റ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ അതിപ്പോൾ 2,422 വോട്ടിന്റെ ഭൂരിപക്ഷമേ തദ്ദേശ സ്വയംഭരണത്തിലുള്ളൂ. ഭയങ്കര തിരിച്ചടിയാണ്. വൈക്കത്തിന് ഒത്തിരി പ്രത്യേകത. വൈക്കം കോൺഗ്രസ് ജയിച്ചിരുന്നതാണ്. KK ബാലകൃഷ്ണൻ ജയിച്ച സ്ഥലമാണ്. പിന്നെ കോൺഗ്രസ്സുകാർ തമ്മിലുള്ള ഗ്രൂപ്പുകൾ തമ്മിൽ തല്ലി മാത്രം ഇല്ലാതായ ഒരു സ്ഥലമാണ്. ഇപ്പം 55,151 വോട്ടാണ് LDFന് കിട്ടിയത്. 52,729 വോട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ടോട്ടൽ വൈക്കത്ത് UDFന് കിട്ടിയത്. 52,729. ഈ ഷിഫ്റ്റ് വരുമ്പോൾ വൈക്കത്ത് ഷിഫ്റ്റ് വരുന്ന ഉറപ്പാണ്. 55,151 വോട്ടിൽ ഏകദേശം 7,500 വോട്ട് UDFിലേക്ക് മാറിക്കഴിഞ്ഞാൽ 60,000 വോട്ടായിട്ട് മാറും UDFന്. ഇവരേത് 47,000 വോട്ടായി മാറും. 13,000 വോട്ടിന് അവിടെ വ്യത്യാസം വന്നു. പിന്നെ BJP 17,484 വോട്ട് എന്ന് പറയുമ്പോൾ 2,000 വോട്ട് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ 62,000 വോട്ടാവും. അതിൻ്റെ അർത്ഥം 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വരെ വൈക്കത്ത് കിട്ടാം എന്നുള്ളതാണ്. ഇതേപോലെ നമുക്ക് വാസവൻ കോട്ടയം ഏറ്റുമാനൂരിൽ ഇപ്രാവശ്യത്തെ ഏറ്റവും രസം എന്താ പറയുക, 13,331 വോട്ട് UDF ലീഡാണ്. 13,331 വോട്ട് ലീഡാണ് ഇപ്രാവശ്യം. അല്ല സോറി 3,237 വോട്ട് ലീഡാണ് UDFന് ഇപ്രാവശ്യം. അവിടെ 14,303 വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടാക്കിയ ആളാണ് ആര്, വാസവൻ. അവിടുന്ന് തിരിഞ്ഞിട്ട് 3,287 വോട്ട് UDFനായി. അതിൽ പറയുന്ന കണക്ക് പ്രകാരം 47,561 വോട്ട് UDFനും 44,324 വോട്ട് LDFനുമാണ്. പിന്നെ 19,507 വോട്ട് BJPക്കും. ഇതിന്ന് ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ 6,000 വോട്ടും കൂടെ ഇങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ 53,000 വോട്ടാവും. മറ്റൊരു 38,000 വോട്ടാവും മാറും. മുനിസിപ്പാലിറ്റി ഓൾറെഡി കോൺഗ്രസ് ജയിച്ചു. അതെ വലിയ ഭൂരിപക്ഷമാണ്. അല്ല അപ്പം 38,000 55,000 കടക്കുമ്പോൾ 17,000 വോട്ടിന്റെ ഭൂരിപക്ഷം. ഏറ്റുമാനൂര് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വിവാദം ഉണ്ടാക്കിയ ഒരു നായികയുടെ സ്ഥലം. അവർ 7,000 വോട്ട് പിടിച്ചതാ. ഇപ്രാവശ്യം ഒറ്റയ്ക്ക് പോയി കെട്ടിവെച്ച പൈസ കിട്ടില്ല. അവര് ആ കോൺസ്റ്റിറ്റ്യൂൻസിൽ 7,000 വോട്ട് പിടിച്ചു. ആ 7,000 വോട്ട് ഒന്നും അറിയാതെ ഇവിടെ തന്നെ കിടക്കുക, UDFന്റെ പെട്ടി കിടക്കുക, തിരിച്ചു പോവുകയില്ല. അപ്പോൾ എന്തായാലും 17,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഇന്നത്തെ അവസ്ഥയിൽ UDFന് കിട്ടാനാണ് സാധ്യത ഇവിടെ ഏറ്റുമാനൂര്. ഇപ്പം കഴിഞ്ഞ തവണ 14,000 വോട്ടിന് ലീഡുണ്ടായ സ്ഥലത്താണ് 17,000 വോട്ടായിട്ട് ഇങ്ങോട്ട് മറിയുന്നത്. പിന്നെ അടുത്ത
തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എപ്പോഴും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ പോകുന്നില്ല, അവിടെ കോൺഗ്രസ് തന്നെ ജയിക്കും. കഴിഞ്ഞ വർഷം 18,743 വോട്ട് കിട്ടി, കഴിഞ്ഞ തരം കണ്ടായിട്ടു LDFന്. അല്ല, ഒരു ആന്റി ഇൻകംബൻസി ഉണ്ടാക്കാത്ത ആളാണ്. പിന്നെ ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മൻ അവിടെ 37,000 ചില വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ബൈ ഇലക്ഷന് ജയിച്ചു, അതിന് മുമ്പ് 8,000-ഓളം ഉണ്ടായിരുന്നു, ജയിക്കിനെ തോപ്പിച്ചു അവിടെ. അപ്പം അതില് നമ്മൾ അവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കോട്ടയം ഇവിടെയാണ്, എവിടെ ചങ്ങനാശ്ശേരി കേരള കോൺഗ്രസിൻ്റെ പഴയ ചെയർമാൻ CF തോമസിൻ്റെ കോട്ടയായിരുന്നു. CF തോമസ് മരിച്ച ശേഷവും കേരള കോൺഗ്രസ് മാണിയാണ് ആ മുന്നണിയിൽ ജയിച്ചത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ലാസ്റ്റ് തദ്ദേശത്തിൽ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി നല്ല ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് തിരിച്ചുപിടിച്ചു. മൊത്തത്തിൽ 1190 വോട്ടിന്റെ ഭൂരിപക്ഷം UDF നാണ്. അതാണ്. അപ്പോൾ ഇപ്പോൾ നേരത്തെ 6,051 വോട്ട് LDFനായിരുന്നു, ജോബ് മൈക്കിളിനായിരുന്നു. അതുകൊണ്ടാണ് ജോബ് മൈക്കിൾ UDFിലേക്ക് പോകണം നിൽക്കുന്നത്. അവർ ഗ്രൂപ്പായിട്ട് തന്നെ പോകാൻ നിൽക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരുടെ 45,720 വോട്ടാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്, LDFന് കിട്ടിയിരിക്കുന്നത്. 19,094 വോട്ട് BJPക്ക്. അത് 7,000 9,000 വോട്ട് ഇങ്ങോട്ട് മറിഞ്ഞാൽ 46,000 55,000 വോട്ടായി മാറും. ഇവിടെ 38,000 വോട്ടായി. അത് 17,000 വോട്ടിന്റെ ഭൂരിപക്ഷം. ചങ്ങനാശ്ശേരിയിലും സ്വല്പം സമുദായം പറയാനുണ്ട്. അവിടെ നായർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് UDFിൻ്റെ കൂടെ ഉറച്ചു നിന്നിരുന്ന സുകുമാരൻ നായർ സാർ ഉൾപ്പെടെയുള്ളവർ നിന്നിരുന്നതാണ്. പക്ഷേ സുകുമാരൻ നായർ ഇങ്ങനെ പിണറായി വിജയൻ്റെ വക്കാലത്തുമായിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ആ നിന്നിരുന്ന നായർ വോട്ടുകൾ മിക്കവാറും കോൺഗ്രസിൻ്റെ പെട്ടിയിലേക്ക് വീഴും. അതാണല്ലോ അവിടെ ജയിച്ചത്. ചങ്ങനാശ്ശേരി ജയിച്ചാൽ ജയിക്കില്ലല്ലോ. അപ്പോൾ 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് UDF ജയിക്കാൻ സാധ്യതയാണ് ഇവിടെ കാണുന്നത്. പിന്നെ കാഞ്ഞിരപ്പള്ളിയിൽ ജയരാജൻ തന്നെ ജയിക്കാനാണ് സാധ്യത. ഏക ഇടതുപക്ഷത്തിന് പ്രതീക്ഷിക്കാവുന്ന 2. പക്ഷേ കണക്ക് പ്രകാരം 56,000 വോട്ടാണ് അദ്ദേഹത്തിന് പ്രാവശ്യം കിട്ടിയത്. 50,584 വോട്ട് UDFനുണ്ട്. 26,694 വോട്ട് BJPയും ഉണ്ട്. കഴിഞ്ഞ തവണ 13,703 വോട്ട് കിട്ടിയ സ്ഥലത്തു നിന്നാണ്, ഭൂരിപക്ഷം കിട്ടിയ സ്ഥലത്ത് 6,083 വോട്ടായി കുറഞ്ഞു. 6,083 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇപ്പം ഉണ്ട്. പക്ഷേ ഈ ഷിഫ്റ്റ് വരികയാണെങ്കിൽ 15% ഷിഫ്റ്റ്, കാരണം സാധാരണ അതായത് ഈ 4 തരംഗങ്ങൾ കൊണ്ട് ഷിഫ്റ്റ് വരികയാണെങ്കിൽ ഏകദേശം 9,000 വോട്ട് ഷിഫ്റ്റ് വരും. അങ്ങനെയാണ് 59,000 മാറും. ഇത് 50,000 47,000 ആയിട്ട് മാറും. 47,000 59,000 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFന് കിട്ടുന്നുണ്ട്. 2,000 വോട്ടിൻ്റെ 2,500 വോട്ട് BJPയുടെ ഭാഗത്തും കൂടി കിട്ടുകയാണെങ്കിൽ ഇതിൽ ഈ ജയരാജനുള്ള അഡ്വാൻറ്റേജ് പാർട്ടിയെക്കാളും ബന്ധങ്ങളുണ്ട്. അതുപോലെ കുറേ സ്വത്തൊക്കെ പോയ ഒരാളാണ്, പെരുമാറുകയും ചെയ്യുള്ളൂ. എല്ലാവരുടെയും നല്ല പെരുമാറ്റമാണെന്ന് ഞാൻ മനസ്സിലാക്കിയുള്ളത്. അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അല്ല, ഈ അവസ്ഥ ട്രെൻഡിൽ ഏത് കുറ്റിച്ചോലാണെങ്കിലും ശരി, കുറ്റിച്ചോലിനപ്പുറം നിർത്തിയാലും കഴിഞ്ഞ പ്രാവശ്യം കുറ്റിച്ചോല് കൊണ്ട് നിർത്തിയാൽ പോലും UDF ജയിക്കുന്ന ഒരു അന്തരീക്ഷമാണ് കോട്ടയം ജില്ല. ഈ കുഞ്ഞുമാണീന്റെ കൂട്ടത്തിലുള്ള ആളെന്ന് പറയുമ്പോൾ ആൾക്കാർ തോൽപ്പിക്കും, വേറെ നോക്കില്ല. 25 കോടിയുടെ സ്ഥലം കിട്ടിയില്ലേ കുഞ്ഞുമാണി, അതെന്താണ് കാര്യം? അത് തിരുവനന്തപുരത്ത് ഈ കവടിയാർ എന്ന് പറഞ്ഞാൽ ഒരു 1-2 കോടി വരും സെന്റിന്. 25 സെന്റ് സ്ഥലം KM മാണി ഫൗണ്ടേഷന്. അതാണ് ഇപ്പം കുഞ്ഞുമാണി. രണ്ട് കാര്യമുണ്ട്. സരിതയുടെ പേരിൽ ബ്ലാക്ക് മെയിലിംഗ്. സരിതേന്റെ മുമ്പത്തെ പരാതി ഉണ്ടല്ലോ, അതിൽ നടപടിയെടുത്തില്ലല്ലോ. അത് വെച്ച് പൂട്ടും എന്നാണ് പിണറായി വിജയൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അതോടെ പത്രസമ്മേളനം നടത്തിയെന്ന് പറയുന്നത്. എന്തായാലും ഇതും കൂടി ഉണ്ട്. നേരം ഒരു ഓഫറും കൂടെ കൊടുത്തു. KM മാണീൻ്റെ പേരിൽ ഒരു ഫൗണ്ടേഷന് വേണ്ടി അദ്ദേഹത്തിന് ആ സ്ഥലം കൂടി കിട്ടാൻ പോവാണ്, 25 സെന്റ് സ്ഥലം. അതിന് ഫണ്ടും ഉണ്ടാവുമല്ലോ. അല്ല, ഫണ്ടോടെ ഓട്ടോമാറ്റിക്കായിട്ട് ഫൗണ്ടേഷൻ ചെയ്യാം. പിന്നെ ഫണ്ട് പിരിക്കാനും ഒക്കെ അറിയാം. അതിന്റെ പേരിൽ കോടികൾ പിരിക്കാമല്ലോ മന്ത്രി ഉണ്ടെങ്കിൽ. പിന്നെ സെബാസ്റ്റ്യൻ കളത്തിങ്കൽ എവിടെ അറിയോ? പൂഞ്ഞാറിൽ. നമ്മുടെ PC ജോർജിന്റെ നാട്ടിലാണ്. PC ജോർജിന്റെ നാട്ടില് ഇപ്രാവശ്യം 14,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ഇപ്രാവശ്യം 14,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDFന്. അതിന്റെ കാരണം PC ജോർജ് അവിടെ ഓപ്പോസിറ്റ് സൈഡ് വന്നപ്പോഴത്തേക്കും ക്രിസ്ത്യൻസ് മുസ്ലിംസ് ടഗ് ഓഫ് വാർ ഉണ്ടാവുകയും മുസ്ലിം കമ്മ്യൂണിറ്റി ഏറെക്കുറെ മാറി കോൺഗ്രസിൽ നിന്ന് മാറി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടൊരു സാഹചര്യം അവിടെ. അത് മാറിപ്പോൾ അത് മാറി. മുസ്ലിങ്ങളും UDFിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം. പിന്നെ അടുത്തത് നമ്മുടെ അത്രയും സ്ഥലങ്ങളാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ ഈ 9 സ്ഥലങ്ങളിലും UDF വൻ വിജയം നേടുന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം വരുന്നത്. മാത്രം ഈ രാഹുൽ മാങ്കൂട്ടം വന്നതൊന്നും ഒരു എഫക്റ്റീവ് ഉണ്ടാക്കില്ല. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ കള്ളക്കേസിൽ കുടിക്കാതെ കൊണ്ടുപോയിട്ട് ഇപ്പം ആകെ പെട്ടിരിക്കുകയാണ് പിണറായി വിജയൻ.
നമസ്കാരം.